സംസ്ഥാനത്ത് ഇന്ന് ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യത. ഇന്ന് 9 ജില്ലകൾക്ക് മഴ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. നദികളിലും ഡാമുകളിലും ജലനിരപ്പ് ഉയരുന്നതിനാൽ തീരത്ത് താമസിക്കുന്നവർക്കും ജാഗ്രതാ നിർദ്ദേശം നൽകി. മലയോര മേഖലകളിൽ പ്രത്യേക ജാഗ്രതാ മുന്നറിയിപ്പുണ്ട്. അതേസമയം ശക്തമായ കാറ്റിനും ഉയർന്ന തിരമാലയ്ക്കും സാധ്യതയുള്ളതിനാൽ തീരദേശത്തുള്ളവർ ജാഗ്രത പാലിക്കണമെന്നും മത്സ്യത്തൊഴിലാളികൾ കടലിൽ പോകരുതെന്നും വിലക്കും ഏർപ്പെടുത്തിയിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങളുമായി ടിൻറ്റു ദാസ് ചേരുന്നു തിരുവനന്തപുരത്ത് നിന്നും. ടിൻറ്റു, സംസ്ഥാനത്ത് വരും ദിവസങ്ങളിലും അതിശക്തമായ മഴ മുന്നറിയിപ്പ് തന്നെയാണുള്ളത്. അതോടൊപ്പം ഇന്ന് ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട് എന്നും കാലാവസ്ഥാ പ്രവചനമുണ്ട്. എന്തെല്ലാം ജാഗ്രതാ നിർദ്ദേശങ്ങൾ കൂടി ഇതിനോടൊപ്പം വരുന്നുണ്ട്? ഗുഡ് മോർണിംഗ് രോഹിണി. സംസ്ഥാനത്ത് ഇന്നും ശക്തമായ മഴ ലഭിക്കുമെന്ന് തന്നെയാണ് മുന്നറിയിപ്പ്. മൺസൂണിന് ശമനമില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. എന്നാൽ 9 ജില്ലകൾക്ക് യെല്ലോ അലേർട്ട് നൽകിയിട്ടുണ്ട്. മധ്യ കേരളത്തിലും വടക്കൻ കേരളത്തിലും മഴ ശക്തമാകുമെന്നാണ് മുന്നറിയിപ്പുകളിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, മലയോര മേഖലകളിൽ പ്രത്യേക ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. വടക്കൻ ഛത്തീസ്ഗഡിനും ജാർഖണ്ഡിനും മുകളിലായിട്ട് രൂപപ്പെട്ട ന്യൂനമർദ്ദമാണ് അതിശക്തമായിട്ടുള്ള മഴയ്ക്ക് കാരണമായിട്ട് കാലാവസ്ഥാ കേന്ദ്രം പറയുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലും മധ്യ കേരളത്തിലും വടക്കൻ കേരളത്തിലും മഴ അതിശക്തമായ മഴ തന്നെ ലഭിച്ചിട്ടുണ്ട്. എറണാകുളം, തൃശ്ശൂർ, പാലക്കാട് ജില്ലകളിൽ കഴിഞ്ഞ ദിവസം റെഡ് അലേർട്ട് ആയിരുന്നുവെങ്കിലും അതിതീവ്ര മഴയായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ ലഭിച്ചിട്ടുണ്ടായിരുന്നത്. മലയോര തീരദേശ മേഖലകളിൽ അതീവ ജാഗ്രതാ നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. കേരള, ലക്ഷദ്വീപ്, കർണാടക തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ബംഗാൾ ഉൾക്കടലിൽ രൂപപ്പെട്ട ന്യൂനമർദ്ദമാണ് ഒരുപക്ഷെ അതിതീവ്ര മഴയ്ക്ക് കാരണമായിട്ട് ഉണ്ടായിരുന്നത്. പക്ഷേ ഇത് വടക്കൻ ജാർഖണ്ഡിലും ഛത്തീസ്ഗഡിലും രൂപപ്പെട്ട ന്യൂനമർദ്ദം പാലക്കാടൻ പാസ് വഴി കേരളത്തിലേക്ക് എത്തുന്നതാണ് ഇത്തരത്തിൽ അതിതീവ്രമായിട്ടുള്ള മഴയ്ക്ക് കാരണമായിട്ട് പറയുന്നത്. സംസ്ഥാനത്ത് എന്തെങ്കിലും അത്യാഹിത സംഭവങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ റവന്യൂ വിഭാഗമായിട്ടോ ദുരന്ത നിവാരണ അതോറിറ്റിയുമായിട്ടോ ബന്ധപ്പെടണമെന്ന് റവന്യൂ വകുപ്പ് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇതിനായിട്ട് പ്രത്യേക ടോൾ ഫ്രീ നമ്പറുകളും ഏർപ്പെടുത്തിയിട്ടുണ്ട്. സംസ്ഥാനത്തിൻ്റെ വിവിധ ഇടങ്ങളിലായിട്ട് 100 കവചം ദുരന്ത നിവാരണ അതോറിറ്റിയുടെ കവചം സ്ഥാപിച്ചിട്ടുണ്ട്. മണ്ണിടിച്ചിൽ, വെള്ളപ്പൊക്കം, പെട്ടെന്നുണ്ടാകുന്ന വെള്ളപ്പൊക്കം, ഉരുൾപൊട്ടൽ, അതിതീവ്ര കാറ്റ് തുടങ്ങിയവയൊക്കെ നേരത്തെ കവചത്തിന് അറിയിക്കാൻ സാധിക്കും. അങ്ങനെയാണെങ്കിൽ മതിയായ സുരക്ഷിതമായിട്ടുള്ള ഇടങ്ങളിലേക്ക് ജനങ്ങൾ മാറി താമസിക്കേണ്ടതായിട്ടുണ്ട്. അതോടൊപ്പം തന്നെ വൾണറബിൾ സിറ്റുവേഷൻസിൽ 5000-ഓളം ക്യാമ്പുകളിൽ മാറി താമസിക്കാനായിട്ടുള്ള സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുള്ളതായിട്ട് റവന്യൂ വകുപ്പ് നേരത്തെ തന്നെ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. വരും ദിവസങ്ങളിൽ മഴ ശക്തമാകും. മൺസൂൺ നേരത്തെയാണ് മൺസൂൺ എത്തിയതെങ്കിലും മൺസൂണിൻ്റെ തീവ്രത കുറയുന്നില്ല. അടുത്ത ഒരാഴ്ച വരെ സംസ്ഥാനത്ത് മഴ കനക്കുമെന്ന മുന്നറിയിപ്പുകളാണ് ലഭിക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നൗകാ സിസ്റ്റത്തിൻ്റെ ഫലമായിട്ട് അടുത്ത 3 മണിക്കൂറിൽ തെക്കൻ കേരളത്തിൽ മഴ ശക്തമാകും. അങ്ങനെയാണെങ്കിൽ നിലവിലെ യെല്ലോ അലേർട്ട് ഓറഞ്ച്, റെഡ് അലേർട്ടിൽ മാറാനായിട്ടുള്ളൊരു സാധ്യതയുമുണ്ട്. മണിക്കൂറിൽ വടക്കൻ കേരളത്തിലും അതോടൊപ്പം തന്നെ മധ്യ കേരളത്തിലും 50 കിലോമീറ്റർ വരെ കാറ്റ് വേഗതയിൽ വീശിയടിച്ചേക്കാവുന്ന സാധ്യതയുമുണ്ട്. അതോടൊപ്പം തന്നെ മത്സ്യത്തൊഴിലാളികൾ ജാഗ്രത പാലിക്കണം. വേലിയേറ്റം രാത്രി 11 മണി മുതൽ വെളുപ്പിന് 2:30 മുതൽ രാവിലെ 11 മണി വരെ അതിശക്തമായിട്ടുള്ള വേലിയേറ്റ സാധ്യത കാണുന്നുണ്ട്. വിഴിഞ്ഞം തീരം മുതൽ കാസർഗോഡ് തീരം വരെയുള്ള തീരദേശ മേഖലയിൽ വേലിയേറ്റ സാധ്യതയുള്ളതിനാൽ അതീവ ജാഗ്രതാ നിർദ്ദേശങ്ങൾ പാലിക്കണമെന്ന് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ആലപ്പുഴ, എറണാകുളം ജില്ലകളിൽ അതിശക്തമായിട്ടുള്ള കടലാക്രമണമാണ് ഉണ്ടായത്. സമാനമായ രീതിയിൽ ഇന്നും നാളെയും ഇത്തരത്തിൽ ശക്തമായിട്ടുള്ള കടലാക്രമണ സാധ്യത മുന്നിൽ കാണുന്നുണ്ടായാലും വരും ദിവസങ്ങളിലും മഴ ശക്തമാകുമെന്ന മുന്നറിയിപ്പുകളാണ് ലഭിക്കുന്നത്. അടുത്ത 3 മണിക്കൂറിനുള്ളിൽ തെക്കൻ കേരളത്തിൽ നിലവിലെ സാഹചര്യങ്ങൾ മാറാനുള്ള സാധ്യതയും മുന്നിൽ കാണുന്നുണ്ട്. രോഹിണി.